ഈ അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും രാത്രിയിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. ഇന്ന് നമ്മളോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 7 വൻകരകളിൽ അനേക രാജ്യങ്ങളിലിരുന്ന് അനേക വ്യക്തികൾ നമ്മുടെ ആരാധനയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. അവരുടെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും രാത്രിയായി ദൈവം പരിണമിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ പൂർണ്ണമായിട്ട് ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുക. ദൈവത്തിന് നിശ്ചയമായി നിൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന മലകളും ജീവിതത്തിൻ്റെ താഴ്വാരങ്ങളിലേക്കും യേശു കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 45-ാം അധ്യായം അതിൻ്റെ 2-3 തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിനായി. ഹല്ലേലൂയ. ദൈവവചനം പറയാണ്, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിനായി അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ തരും. ഇരുകരങ്ങളും വരുത്തുന്നത് ഹല്ലേലൂയ പറയാമോ? ജീവനോടെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ നമ്മുടെ ജീവിതത്തിൽ സമാഗതമാകുന്ന രാത്രിയാണിത്. ദൈവം അത്ഭുതകരമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരികയാണ്. ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ ഇടപെടുകയാണ്. അതിനാൽ നാം മനസ്സ് തളർന്നു പോകരുത്, ജീവിതത്തെ ഓർത്ത് വ്യസനിക്കരുത്, ചില സങ്കടങ്ങളിൽ നമ്മുടെ മനസ്സ് അടിമപ്പെടരുത്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയാണ്: ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം അരുളുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ കർത്താവ് പറയാണ്, ഞാൻ തന്നെ നിന്റെ കൂടെ വരും. മറ്റൊരു വ്യക്തിയെ വിടുമെന്നല്ല ദൈവം പറഞ്ഞത്, ദൈവത്തിൻ്റെ ദൂതനെ അയക്കുമെന്നല്ല പറഞ്ഞത്, മറിച്ച് നിന്നെ ആശ്വസിപ്പിക്കുവാൻ നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് തന്നെ നിന്റെ കൂടെ വന്ന് നിന്നെ അവൻ ആശ്വസിപ്പിക്കും. ആ വിശ്വാസത്തോടെ വലതുകരമെടുത്തെന്ന് പറയാമോ? ഹല്ലേലൂയ. കരങ്ങൾ നന്നായി ഒന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സന്നിധി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് കണ്ണുകളൊന്നടച്ച് സർവശക്തനായ കർത്താവിനെ ഒന്ന് കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഏറ്റവും ആദരവോടെ ദിവ്യനാഥൻ്റെ സന്നിധിയിലൊന്ന് നിൽക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിനായി അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ തരും. പ്രിയ സഹോദര സഹോദരി, ഈ രാത്രിയിൽ നീ എന്തിനാ ഭാരപ്പെട്ടു നിൽക്കുന്നത്? എന്തിനാ നീ സങ്കടപ്പെട്ടു നിൽക്കുന്നത്? നിനക്ക് സ്വർഗത്തിൽ സർവശക്തനായ ഒരു ദൈവമില്ലേ? നിന്റെ പിതാവ് സർവസമ്പന്നന്റെ മുടയവനായ യേശുവിനല്ലേ നമ്മൾ ആരാധിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം കർത്താവ് നിനക്ക് കൂട്ടിച്ചേർത്ത് തരും. നിന്റെ കുടുംബത്തിൽ ആവശ്യമുള്ളതെല്ലാം കർത്താവ് നിനക്ക് തരും. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഓർക്കുക. നിന്നെ അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാ. ജെറമ്യാ 31:25 പറയുന്നു, ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. രോഗം കൊണ്ട് നീ ക്ഷീണിച്ച വ്യക്തിയാണോ? നിന്റെ മനസ്സ് ക്ഷീണിച്ചു പോയോ? നിന്റെ ശരീരം ക്ഷീണിച്ചു പോയോ? നിന്റെ കുടുംബം ക്ഷീണിച്ചു പോയൊരു കുടുംബമാണോ? ഇതാ ദൈവം നിന്നോട് പറയുന്നു, മകനെ മകളെ, എൻ്റെ പ്രിയ മകനെ മകളെ, ഞാൻ ക്ഷീണിതരെ ശക്തിപ്പെടുത്തുന്ന ദൈവമാ, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവമാ. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും ഉയർത്താമോ? നമ്മുടെ കരങ്ങൾ നന്നായിട്ടൊന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ഈ കൂട്ടായ്മയുടെ ആരംഭത്തിൽ തന്നെ ദൈവം നിന്റെ മുമ്പേ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. മലകൾ അവൻ തട്ടിത്തെറിപ്പിക്കുന്ന ദൈവമാ, പിച്ചള വാതിലുകളെ ഇടിച്ചു നുറുക്കുന്ന ദൈവം, ഇരുമ്പോടാമ്പലുകളെ ദുർബലമാക്കുന്ന കർത്താവ്. ഈ രാത്രിയിൽ ദൈവത്തിന്റെ പ്രിയ സഹോദര സഹോദരി, ഈ രാത്രി നിന്റെ പ്രശ്നങ്ങളുടെ മുമ്പേ ദൈവം സഞ്ചരിക്കുന്നു. ദൈവം മുന്നേ കടന്നു പോകുന്നു. അതര തുറന്ന് ശബ്ദമുയർത്തി എല്ലാവരും ആ യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ആരാധിക്കുന്നു.
ആരാധിക്കുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മുഴുവൻ നിറയുന്നു. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അഭിഷേകം ഏറ്റെടുത്ത് അനുഗ്രഹത്തെ സ്വന്തമാക്കി അനുഗ്രഹത്തെ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രിയ ജനമേ, ഹൃദയം തുറന്നവനെ ആരാധിക്കുക. യേശുവേ, എന്റെ കർത്താവേ, എന്റെ യേശുവേ, ഹല്ലേലൂയ. യേശുവേ, എന്റെ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഹൃദയത്തെ ശാന്തമാക്കി ആ കർത്താവിൻ്റെ സാന്നിധ്യം, അവൻ്റെ രൂപം കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഒരു നിമിഷം കൂടെ ശാന്തമായി നിൽക്കുന്നു. യെശയ്യാ 66:13 നമ്മൾ വായിക്കുകയാണ്, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സ്വാന്തനം അനുഭവിക്കും. പ്രിയ സഹോദര സഹോദരി, നിന്റെ ആത്മീയ ജെറുസലേമിലേക്ക്, ആ ശുശ്രൂഷയിലേക്കാണ് ദൈവം നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. കർത്താവിന് ഹൃദയത്തിൽ നന്ദി പറയാം, അവനെ സ്നേഹിക്കാം, ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ അവനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായിട്ടിരിക്കാം. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനാൻ ആരും ഇല്ല, യേശുവേ തകർന്നിടുമ്പോൾ യേശു സമീപസ്ഥൻ, മനസ്സു നൊന്നിടുമ്പോൾ യേശു ആശ്വാസകൻ, അസാധ്യമെന്നു കരുതിടുമ്പോൾ യേശു രക്ഷാകരൻ,
യേശു സ്നേഹിതൻ പ്രിയരെല്ലാം അകന്നിടുമ്പോൾ യേശു പ്രാണപ്രിയൻ നോവുന്ന മുറിവുകളിൽ സൗഖ്യദായകൻ ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാൻ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. ആമേൻ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. ആമേൻ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരി അയക്കണമേ ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ. ആശിഷമാരി അയക്കണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ.
തിരുസവിധേ